ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ നൽകുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഫ്രാൻസ്. ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി കാതറിൻ വോട്രിനാണ് സർക്കാരിന്റെ നിലപാട് ഔദ്യോഗികമായി അറിയിച്ചത്. ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നില്ലെന്ന് വ്യക്തമാക്കിയ വോട്രിൻ എന്നാൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക ഘടകങ്ങളുടെ വിൽപ്പനയ്ക്ക് ഫ്രാൻസ് അനുമതി നൽകുന്നുണ്ടെന്നും പറഞ്ഞു. ഇല്ല, ഇസ്രയേലിന് ഞങ്ങൾ ആയുധങ്ങൾ നൽകുന്നില്ല. അയൺ ഡോം പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഘടകങ്ങളുടെ വിൽപ്പനയും പുനർകയറ്റുമതിക്കായി മാത്രമുള്ള ഉപകരണങ്ങളുടെ വിൽപ്പനയും അനുവദിക്കുന്നു. അവയിൽ ചിലത് നമ്മുടെ സ്വന്തം സായുധ സേനയ്ക്കും ആവശ്യമാണ് എന്നാണ് വോട്രിൻ വ്യക്തമാക്കിയത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊപ്പം ഇറാനെതിരായ ആക്രമണങ്ങളിൽ ഫ്രാൻസ് പങ്കുചേരില്ല എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. മാക്രോണിന്റെ ഈ നിലപാടിനെതിരെ കടുത്ത ഭാഷയിലായിരുന്നു ഇസ്രയേലിന്റെ പ്രതികരണം പുറത്തുവന്നത്. ഫ്രാൻസിനെ ഇസ്രയേലിന്റെ സുഹൃത്തായി കണക്കാക്കാൻ കഴിയില്ല എന്നായിരുന്നു പാരീസിലെ ഇസ്രയേൽ അംബാസഡർ ജോഷ്യ സോഖ പറഞ്ഞത്. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫ്രാൻസ് തങ്ങളുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുമെന്ന് മാക്രോൺ പറഞ്ഞിരുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനാണ് ഫ്രാൻസിന്റെ ശ്രമങ്ങളെന്നും നിലവിലെ ആണവ പരിധി കടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുമായിരുന്നു മാക്രോൺ പറഞ്ഞത്. ഫ്രാൻസിന് ലഭ്യമായ ആയുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും കൃത്യമായ എണ്ണം വെളിപ്പെടുത്താതെ മാക്രോൺ എന്ന് വിശദീകരിച്ചു. നിലവിൽ ലോകം അപകട സാധ്യത നിറഞ്ഞ ഒരു ഭൗമ രാഷ്ട്രീയ പ്രക്ഷോഭത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ഫ്രഞ്ച് പ്രതിരോധം കൂടുതൽ ശക്തമാക്കണമെന്നും അദ്ദേഹം ബ്രിട്ടനിലെ അന്തർവാഹിനി താവളത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. ഫ്രാൻസിന്റെ എതിരാളികളും പങ്കാളികളും ഒരുപാട് വളർന്നുവെന്നും അതുകൊണ്ട് ഫ്രാൻസിനും ആണവ സിദ്ധാന്തത്തിൽ അനിവാര്യമായ മാറ്റം ആവശ്യമാണെന്നുമാണ് മാക്രോൺ എന്ന് വിശദീകരിച്ചത്. അതേസമയം പശ്ചിമേഷ്യയിൽ ആക്രമണം തുടരുകയാണ്. വടക്കൻ ഇസ്രയേലിലെ തുറമുഖ നഗരമായ ഹൈഫയിൽ ഇറാൻ തൊടുത്തുവിട്ട ബലിസ്റ്റിക് മിസൈൽ ജനവാസ കേന്ദ്രത്തിൽ പതിച്ചു. ഞായറാഴ്ച വൈകുന്നേരമുണ്ടായ ശക്തമായ ആക്രമണത്തിൽ ഒരു ബഹുനില കെട്ടിടം ഭാഗികമായി തകർന്നു. അപകടത്തിൽ 82 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഏതാനും പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് വിവരം. മിസൈൽ നേരിട്ട് പതിച്ച കെട്ടിടം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അറിയിച്ചു. കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതും രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. IDF ഹോം ഫ്രണ്ട് കമാൻഡും അഗ്നിശമന സേനയും ചേർന്ന് അവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുകയാണ്. മിസൈലിന്റെ വാർഹെഡ് പൂർണ്ണമായും പൊട്ടിത്തെറിച്ചിട്ടില്ലാത്തതിനാൽ കൂടുതൽ അപകടം ഒഴിവാക്കാൻ സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. മേഖലയിൽ സംഘർഷം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഹൈഫയ്ക്കെതിരെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ഡ്രോൺ ആക്രമണങ്ങളും ശക്തമാക്കി. ഞായറാഴ്ച പലതവണ വടക്കൻ മേഖലയിൽ അപായ സൂചന നൽകുന്ന സൈറണുകൾ മുഴങ്ങി. വടക്കൻ മേഖലയിലെ ഷോംറത്തിൽ ഹിസ്ബുള്ള തൊടുത്ത ഡ്രോൺ ഒരു വീടിന് മുകളിൽ പതിച്ചു. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് രക്ഷാസേന അവകാശപ്പെട്ടു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ ജനവാസ മേഖലയിൽ നടന്ന ശക്തമായ വ്യോമാക്രമണത്തിൽ ചുരുങ്ങിയത് 13 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചു. ഇതിനു പുറമെ ടെഹ്റാനിലെ പ്രശസ്തമായ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിക്ക് നേരെയും വ്യോമാക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. സർവകലാശാലയ്ക്ക് നേരെ എന്ത് കാരണത്താലാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ല. അമേരിക്കയോ ഇസ്രയേലോ ഇത്തരമൊരു ആക്രമണം നടത്തുമെന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടുമില്ല. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ 48 മണിക്കൂർ സമയം അന്ത്യശാസനം നൽകിയ ട്രംപ് ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ സൈനിക നീക്കം ഉണ്ടാകുമെന്നാണ് ട്രൂത്ത് സോഷ്യലിൽ എഴുതിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ ടെഹ്റാനിലെ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലും വ്യോമാക്രമണം നടന്നിരുന്നു. ആക്രമണത്തിൽ കെട്ടിടങ്ങൾക്കും ക്യാമ്പസിനകത്തെ പ്രകൃതിവാതക വിതരണ കേന്ദ്രത്തിനും നാശനഷ്ടം ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ അറിയിച്ചു. അതേസമയം UAEയുടെ വിവിധ ഭാഗങ്ങളിൽ ഇറാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ഫുജേറയിലെ ഡു ടെലികമ്മ്യൂണിക്കേഷൻ കെട്ടിടത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി അധികൃതർ സ്ഥിരീകരിച്ചു. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ ഫുജേറയിലെ ഡു ടെലികമ്മ്യൂണിക്കേഷൻ കെട്ടിടത്തിന് നേരെയാണ് പതിച്ചത്. എന്നാൽ സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല എന്ന് ഫുജേറ മീഡിയ ഓഫീസ് അറിയിച്ചു. അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.